വെൽക്കം ബാക്ക് ടു ഡിയർ ലക്ഷ്മി. അപ്പോൾ എങ്ങനെയാ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സ്കേർട്ടും ടോപ്പും. ഒരു 3 സ്കേർട്ടും ഒരു 2-3 ടോപ്സ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഒരെണ്ണേ കിട്ടിയുള്ളൂ. എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ കിട്ടിയത് എത്ര എണ്ണമാണോ അത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോവാണ്. ഓഫീസിലും കോളേജിലും ഒക്കെ ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കളക്ഷൻസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ്സിലെ എൻ്റെ ഫേവറേറ്റ് സാധനം ഇതാട്ടോ. ആദ്യം തന്നെ ഞാൻ പറയാം, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് ഡെനിമാണ്. ആക്ച്വലി ഡാർക്ക് ബ്ലൂ അല്ല, ലൈറ്റ് ബ്ലൂ അല്ല, രണ്ടിൻ്റെയും നടുക്ക് നിൽക്കും, മീഡിയമാണ്. ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് ഈ ഒരു ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടുന്ന സമയത്ത് ഇതിങ്ങനെ വലിയും. ഇനിയിപ്പോൾ ഇതിങ്ങനെ വലിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റും ഇല്ല. കാരണം ഇതിൻ്റെ ഫ്രണ്ട് ഫുൾ ഓപ്പൺ ആണ്. ഇവിടെ എല്ലാം ഫ്രണ്ടിലെല്ലാം ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ വന്നിട്ട് ചെറിയൊരു ഓപ്പൺ സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. ഇതൊരു എ ലൈൻ സ്കേർട്ടാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്, ബ്രീത്തബിൾ മെറ്റീരിയൽ ആണ്, സ്ട്രെച്ചബിളും ആണ്. ഇതിനിങ്ങനെ ഭയങ്കര കാര്യമായിട്ടുള്ള റിവ്യൂസ് ഒന്നും അല്ലായിരുന്നു. 1500 സംതിങ് റിവ്യൂസ് ആണ് കേട്ടോ. പക്ഷേ സംഭവം കൊള്ളാം. ആക്ച്വലി ഈ മീഷോയിൽ നിന്ന് മേടിക്കുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം മെയിനായിട്ട് അതിൻ്റെ സൈസിൻ്റെ കാര്യമാണ്. നോർമലി നമുക്കിപ്പോൾ ഒരു മീഡിയം സൈസാണ് വേണ്ടതെങ്കിൽ നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു സൈസ് കൂടുതൽ വാങ്ങിക്കുവാണെങ്കിൽ നമ്മുടെ പെർഫെക്റ്റ് സൈസിന് കിട്ടും. അങ്ങനെയാണ് എനിക്ക് മിക്ക ഡ്രസ്സും കിട്ടാറുള്ളത്. പക്ഷേ ഇത് എൻ്റെ കറക്റ്റ് സൈസിന് തന്നെ കിട്ടി കേട്ടോ. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു പ്രോഡക്റ്റ് 208 രൂപയ്ക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ കറണ്ട് റേറ്റ് എത്രയാണെന്ന് ഞാൻ എവിടെയെങ്കിലും കൊടുത്തിരിക്കും. അല്ലെങ്കിൽ ഞാൻ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രേ കളർ ടോപ്പാണ്. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് ലൈക്ര ഫാബ്രിക്കാണ്. അതുപോലെ ഇതിൻ്റെ സ്ലീവ്സ് ഫുൾ സ്ലീവ്സ് ആണ്. ഇതിൻ്റെ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ഹഗ് ചെയ്ത് കിടക്കുന്ന ടൈപ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്ക് വി നെക്കാണ്, കുറച്ച് ഡീപ്പ് വി നെക്കാണ്. ചില ആൾക്കാർക്ക് ഡീപ്പ് വി നെക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ചിലർക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. ഇനി ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നമുക്ക് അതിൻ്റെ അടിയിൽ ഒരു ഇന്നർ ഇട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആയി. അതുപോലെ തന്നെ ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് ലൈക്ര ഫാബ്രിക്കാണ്. ബ്രീത്തബിൾ ആണ്, സ്ട്രെച്ചബിൾ ആണ്. സൈസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ സൈസ് ഇപ്പോൾ മീഡിയം ആണെങ്കിൽ ലാർജ് എടുക്കും. അതായത് നിങ്ങളുടെ സൈസിനെക്കാട്ടിലും ഒരു സൈസ് കൂടുതലുള്ളത് സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്രാവശ്യം എൻ്റെ സൈസിനെക്കാട്ടിലും ഒരു സൈസ് കൂടുതലുള്ളതാട്ടോ വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങളും അങ്ങനെ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ പെർഫെക്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫാബ്രിക് പാറ്റേൺ എന്ന് പറയുന്നത് ഇത് നിറ്റഡ് ടൈപ്പാണ്. ഇതും 200 രൂപയിൽ താഴെയാണ്. 197 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത്. അപ്പം ഇതിനെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നിങ്ങളൊരു കോട്ടൻ്റെയൊക്കെ സ്കേർട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളൊരു സ്കേർട്ടാണ്. ബാക്കിൽ വന്നിട്ട് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫാബ്രിക് പാറ്റേൺ എന്ന് പറയുന്നത് ചെക്കാണ് കേട്ടോ. ഫ്രണ്ട് പാനലിൽ ഇതുപോലെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് ഓപ്പൺ അല്ല കേട്ടോ. അതുപോലെ തന്നെ താഴെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തെ പാറ്റേൺ എന്ന് പറയുന്നത് ഇവിടെ സെയിം ഫാബ്രിക് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഞുറിവ് കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റിയുള്ള നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചാണ്. പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും നമുക്ക് പറയാനില്ല. ഞാൻ വാങ്ങിച്ചത് 277 രൂപയ്ക്കാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്കേർട്ട് അടിപൊളിയാണ്. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഴലടിക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ എന്തായാലും ഇതിൻ്റെ അടിയിൽ ടൈറ്റ്സ് ഇടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി ഈ ഒരു സ്കേർട്ടിനും സൈസ് ഇഷ്യൂ ഉണ്ട്. നിങ്ങളുടെ സൈസിനെക്കാട്ടിലും ഒരു സൈസ് വലിയ സൈസ് വാങ്ങിക്കുക. ഒരു സൈസ് കൂടുതലായിട്ട് വാങ്ങിക്കുക. മീഡിയം ആണെങ്കിൽ ലാർജ് വാങ്ങിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും. ഇതിനും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള റിവ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 800 സംതിങ് റിവ്യൂസേ ഉള്ളൂ. സംഭവം നല്ല പ്രോഡക്റ്റ് കേട്ടോ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. 277 രൂപയ്ക്ക് ഇത് അടിപൊളി പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ പറയും. നെക്സ്റ്റ് കാണാൻ പോകുന്നതാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷനിലെ ഏറ്റവും ലോ റേറ്റിലുള്ളത്. വലിയ റിവ്യൂസും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. 531 റിവ്യൂസ് എന്തേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ലൊരു പ്രോഡക്റ്റ് കേട്ടോ. ഇത് അതായത് നമ്മുടെ ബോഡി ഹഗ് ചെയ്ത് കിടക്കുന്ന ടൈപ്പിലുള്ള ഒരു സ്കേർട്ടാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടമുള്ളവർക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ആയിരിക്കും ഇത്. എനിക്ക് ആദ്യമേ പറയാനുള്ളത് സൈസ് ഇഷ്യൂ ആണ് കേട്ടോ. നമുക്ക് ഇപ്പം നിങ്ങളുടെ സൈസ് ഇപ്പം മീഡിയം ആണെങ്കിൽ നിങ്ങൾ ലാർജും കഴിഞ്ഞ് എക്സൽ മേടിക്കണം, എന്നാലേ പെർഫെക്റ്റ് ആയിട്ട് കിടക്കത്തുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് ലാർജ് സൈസാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം അയ്യോ ഇതെങ്ങനെ ഞാൻ വലിച്ചു കയറ്റും അങ്ങനെയാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ നമുക്ക് ഇടാൻ പറ്റും, പക്ഷേ ഭയങ്കര ടൈറ്റാണ്. കുറച്ചും കൂടി ലൂസാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിടക്കത്തുള്ളൂ. കാരണം നമുക്ക് നടക്കാനൊക്കെ പറ്റണ്ടേ. ഇതിന് താഴെ വന്നിട്ട് ഒരു സൈഡ് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതും നല്ല രീതിയിൽ നിഴലടിക്കും. പക്ഷെ നമ്മൾ ടൈറ്റ്സ് ഒക്കെ ഇടുന്നതുകൊണ്ട് അതൊരു വലിയ സീനൊന്നും അല്ല. ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡാണ്, നല്ല രീതിയിൽ സ്ട്രെച്ചബിളാണ്. ഇത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 190 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. എനിക്കൊന്ന് ഇന്നലെ ഞാൻ നോക്കിയപ്പോഴും ആ ഒരു റേറ്റിൽ തന്നെയാണെന്ന് തോന്നുന്നു കിടക്കുന്നത്. ഞാൻ എന്തായാലും ലിങ്ക് ഇട്ടേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ.
അപ്പോൾ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇന്നെടുത്ത ഡ്രസ്സിൽ എനിക്ക് ഒന്നും തന്നെ മാറ്റി വെക്കാനില്ല. പക്ഷേ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണിച്ച ആ ഒരു ഡെനിമിൻ്റെ സ്കേർട്ടും അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് കാണിച്ചില്ലേ, ആ ടോപ്പുമാണ് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ഉള്ളത്. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഖതം പോകുകയാണ്. ഇന്ന് നമ്മൾ കാണിച്ച എല്ലാ ഡ്രസ്സും അത്യാവശ്യം നല്ല രീതിയിൽ അഫോർഡബിൾ റേഞ്ചിലുള്ളതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്നതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഇല്ല എന്ന് ഞാൻ പറയത്തില്ല, അതിൽ കൂടുതൽ ക്വാളിറ്റി ഉണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിനെ വെച്ചിട്ട് നോക്കുമ്പോൾ അത്യാവശ്യം അടിപൊളി ക്വാളിറ്റി എന്ന് തന്നെ പറയണം. എനിക്ക് എല്ലാ ഡ്രസ്സും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങളിത് വാങ്ങിച്ചിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.